സ്റ്റാർട്ട് ചെയ്താലോ? ഗുഡ് മോർണിംഗ്. വേറെ ആരും വന്നില്ലല്ലോ മിസ്റ്റർ? അറിയില്ലല്ലോ. നമ്മള് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റിന്റെ ഫോർമാറ്റ് നോക്കിയതല്ലേ അല്ലേ ഇന്നലെ? നമ്മൾ ഇന്നലെ നോക്കിയത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതല്ലേ നോക്കിയത്? നമ്മള് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഇത് നോക്കിയില്ലേ ഫോർമാറ്റ്? ഫോർമാറ്റ് നോക്കിയില്ലല്ലോ. എന്റെ പെർഫോം ഇന്നലെ നോക്കിയില്ലേ? അത് എത്രാമത്തെ പേജ്? അത് പേജ് നമ്പർ 140. അവിടെ തുടങ്ങിയായിരുന്നു അത്. ഓക്കെ, ആ ഫോർമാറ്റ് നമ്മൾ നോക്കിയായിരുന്നു. ഇനി അതിൽ ഓരോ ഐറ്റം എന്താണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഐറ്റം ആയിരുന്നു സബ്സ്ക്രിപ്ഷൻ. നമുക്കറിയാം സബ്സ്ക്രിപ്ഷൻ എന്താണ് അല്ലെ? ഒരു മെമ്പർ ഒരു ഓർഗനൈസേഷനിലേക്ക് വരുവാണെങ്കിൽ അയാൾ കൊടുക്കുന്ന റെഗുലർ പേയ്മെന്റ്, അതാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അത് പക്ഷെ എന്താണ്, നമ്മുടെ ക്ലബിനോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ അതൊരു ഇൻകമാണ്. ഇത് ആനുവലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് വരുന്നത് എൻട്രൻസ് ഫീസ് ഓർ അഡ്മിഷൻ ഫീ. നമുക്കറിയാം ഒരാള് ഒരു ഓർഗനൈസേഷനിലേക്ക് ഒരു ക്ലബിലേക്ക് വന്നു കഴിയുമ്പോൾ അയാളുടെ നമ്മൾ എൻട്രൻസ് ഫീ മേടിക്കും, അഡ്മിഷൻ ഫീയോ മേടിക്കും. അപ്പൊ അതും എന്താണ്, ആ ഒരു ക്ലബിനോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ ഇൻകം ആണ്. അതാണ് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. പിന്നെ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, ഹോൾ ലൈഫിലേക്ക് ആ ഒരു പേഴ്സൺ ആ ക്ലബിലെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു ഫീസാണ് എന്റെ ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത്. ദെൻ അത് പക്ഷെ ലൈഫിൽ ഒരു ടൈം മാത്രം എടുത്താൽ മതിയായിരിക്കും. പിന്നെ എൻഡോമെന്റ് ഫണ്ട്, അതായത് ഇപ്പൊ ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമനന്റ് ബേസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടാണ് എൻഡോമെന്റ് ഫണ്ട് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് നമ്മൾ എൻഡോമെന്റ് ഫണ്ടിനെ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നതായിട്ടാണ് ഡൊണേഷൻ. ഡൊണേഷൻ നമുക്കറിയാം അല്ലെ, ഏതെങ്കിലും ഒരു പേഴ്സണിൽ നിന്നോ അല്ലെങ്കിൽ ഫേമിൽ നിന്നോ ഏതെങ്കിലും കമ്പനിയിൽ നിന്നൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റ്, അതാണ് നമ്മൾ ഡൊണേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് എന്താണ്, ഇൻകം ആണ്, റെസിപ്റ്റ് ആണ്. അത് രണ്ട് ടൈപ്പ് ഓഫ് ഡൊണേഷൻ ഉണ്ട്. ഒന്ന് സ്പെസിഫിക് ഡൊണേഷൻ. സ്പെസിഫിക് ഡൊണേഷൻ എന്താണ്, ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് അവർ ഡൊണേറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് സ്പെസിഫിക് ഡൊണേഷൻ എന്ന് പറയുന്നത്. അതായത് ഡൊണേഷൻ ഫോർ ലൈബ്രറി, ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്, അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യുന്നതാണ് സ്പെസിഫിക് ഡൊണേഷൻ എന്ന് പറയുന്നത്. പിന്നെ ജനറൽ ഡൊണേഷൻ, ഇതിന് പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് പർപ്പസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അവര് ജനറൽ ഒരു ഡൊണേഷൻ ആയിട്ട് ചെറിയ എമൗണ്ട് വലിയ എമൗണ്ട് ആയിട്ട് ഡൊണേറ്റ് ചെയ്യും. അതാണ് ജനറൽ ഡൊണേഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ലെഗസിയാണ്. ലെഗസി എന്താണ്, ഇപ്പൊ ഒരാള് എന്താണ്, നമ്മൾ ബില്ലൊക്കെ എഴുതി വെക്കില്ലേ, ഒരാൾ മരിക്കുന്നതിന് മുമ്പ് ബില്ല് എഴുതി വെക്കില്ലേ. അപ്പൊ ചിലപ്പോ കുറച്ച് സ്ഥലമോ അല്ലെങ്കിൽ കുറച്ച് ക്യാഷോ ഒക്കെ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് എഴുതി വെക്കില്ലേ, അതാണ് ലെഗസി എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് പറയാ, ഓർഗനൈസേഷന് ചിലപ്പോ ന്യൂസ് പേപ്പർ വരുത്തുന്നുണ്ടാവും, പീരിയോഡിക്കൽസ് അല്ലെങ്കിൽ സ്പോർട്സ് മെറ്റീരിയൽസ് ഒക്കെ വരുത്തുന്നുണ്ടാവും. അത് കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വിൽക്കും. അതാണ് സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഐറ്റാണ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷന്റെ ആവശ്യത്തിന് വേണ്ടി ബിൽഡിങ്ങോ മെഷീനറിയോ ഫർണിച്ചറോ ബുക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നതാണ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. പിന്നെ പേയ്മെന്റ് ഓഫ് ഹോണറേറിയം. ഹോണറേറിയം എന്ന് വെച്ചാൽ നമ്മളൊക്കെ പറയില്ലേ സാലറി, പക്ഷെ സാലറി അല്ല. അതായത് ആ ഓർഗനൈസേഷന്റെ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്ന അല്ലാത്ത വ്യക്തിക്ക്, പക്ഷെ അയാൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എംപ്ലോയി ആയിട്ട് അല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് ആണ് ഹോണറേറിയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പേയ്മെന്റ് ഓഫ് ഹോണറേറിയം കൊടുക്കും. ചിലപ്പം കുറച്ച് നാളത്തേക്കൊക്കെ ആയിട്ട് ചിലപ്പോൾ സെക്രട്ടറി അങ്ങനെയുള്ള ആൾക്കാരില്ലേ ഓർഗനൈസേഷന്റെ അല്ലെ ക്ലബിന്റെ, അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന പേയ്മെന്റ് ആണ് ഹോണറേറിയം എന്ന് പറയുന്നത്. പർച്ചേസ് ഓഫ് കൺസ്യൂമബിൾ ഐറ്റംസ്, അതായത് സ്റ്റേഷനറി, സ്പോർട്സ് മെറ്റീരിയൽസ്, ഡ്രഗ്സ്, മെഡിസിൻസ്, അങ്ങനെയുള്ള മേടിക്കുന്ന
അപ്പൊ ഇത്രയായിട്ടാണ് മെയിൻ ആയിട്ട് നമുക്ക് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഐറ്റംസ് എല്ലാം മനസ്സിലായോ? ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് ക്ലിയർ നെക്സ്റ്റ് ആവുന്നില്ല. പേജിൽ 143 പേജിലുണ്ട്. ക്ലിയർ ആകുന്നില്ലേ? ഇല്ല, നെറ്റ് ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകണം. ആ ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ആ ഓക്കെ. The difference between receipts and payment account and cash book. നെക്സ്റ്റ് പേജിൽ കണ്ടോ? ഏത് പേജിലാ? 143. ആ 143. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്. Receipts and payment കണ്ടില്ലേ ടേബിൾ? ആ ഓ. Okay, receipts and payment account, cash book. Receipts and payment account, it is prepared at the end of the accounting period. Receipts and payment account എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്? At the end of the accounting year ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് ബുക്ക് ആണെങ്കിലോ ഡേ ടു ഡേ ബേസിസിൽ ഓരോ ദിവസവും പ്രിപ്പയർ ചെയ്യും എന്ത്? ക്യാഷ് ബുക്ക്. ആൻഡ് ഐറ്റം അപ്പിയേഴ്സ് ഓൺലി വൺസ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഒരൈറ്റം ഒറ്റ പ്രാവശ്യമേ വരുള്ളൂ. പക്ഷെ എന്താണ്, ക്യാഷ് ബുക്കിൽ നമ്മൾ എന്താ ഡെയിലി ബേസിസിൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഓരോ ഐറ്റം ഡിഫറെന്റ് ഡേറ്റിൽ തന്നെ വരും. അപ്പൊ ഓരോ ഐറ്റം തന്നെ ഡിഫറെന്റ് ഡേറ്റിൽ വരുന്നതുകൊണ്ട് തന്നെ ഡിഫറെന്റ് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് സെർവ്സ് ദ പർപ്പസ് ഓഫ് ട്രയൽ ബാലൻസ് ടു പ്രിപ്പയർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്താണ് അത്? സീസൺ പേയ്മെന്റ് അക്കൗണ്ട് ഒരു ട്രയൽ ബാലൻസിന്റെ ഒരു പർപ്പസിൽ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അതെന്താണ്, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ സീസൺ പേയ്മെന്റ് അക്കൗണ്ട് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ക്യാഷ് ബുക്ക് ആണെങ്കിലോ ഇറ്റ് ഈസ് മീൻസ് ഓഫ് മെയിൻറ്റെയിനിങ് റെക്കോർഡ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ്. ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മെയിൻറ്റെയിൻ ചെയ്താണ് ക്യാഷ് ബുക്ക്. ഇറ്റ് റിഫ്ലക്ട് ദ ആക്ടിവിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസ് റിഫ്ലക്ട് ചെയ്യുന്നതാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഇറ്റ് ഈസ് ഓൺലി എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഡേ ടു ഡേ ക്യാഷ് ട്രാൻസാക്ഷൻസ്. എന്താണ്, ക്യാഷ് ബുക്കിലാണെങ്കിൽ എന്താണ് ഡേ ടു ഡേ ക്യാഷ് ട്രാൻസാക്ഷൻസിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെക്കോർഡ് മാത്രം സൂക്ഷിക്കുന്നതാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺലി ബൈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. NPOസിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്നതാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഇറ്റ് ഈസ് ഓൺലി പ്രിപ്പയർഡ് ബൈ ബിസിനസ് ഓർഗനൈസേഷൻ നീഡ് ടു ഏൺ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻസ് മാത്രം പ്രിപ്പയർ ചെയ്യുന്നതാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഡിഫറൻസ് മനസ്സിലായോ? ഇനി നമുക്കൊരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ച് ഐറ്റം ഇലിസ്ട്രേഷൻ കണ്ടോ? From the following information given below, prepare receipts and payment account of the year ending 31st December 2013. നമുക്ക് തന്നിട്ടുണ്ട് കുറച്ച് ഇൻഫർമേഷൻസ്. ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും തന്നിട്ടുണ്ട്. പിന്നെ സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്, എൻട്രൻസ് ഫീസ് തന്നിട്ടുണ്ട്, ഡൊണേഷൻ, സാലറി, സ്റ്റേഷനറി, ഇൻഷുറൻസ് പ്രീമിയം, നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഐറ്റംസ് ആണ്. സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, ലോക്കർ റെന്റ്, പിന്നെ പർച്ചേസ് ഓഫ് ബുക്സ്, പർച്ചേസ് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ്, പർച്ചേസ് ഓഫ് ബൈസൈക്കിൾസ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, റെന്റ് പെയ്ഡ്, പർച്ചേസ് ഓഫ് ഗവൺമെന്റ് ബോൺസ്. ഇത്രയും നമുക്കായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് തന്നിട്ടുണ്ട് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്ക്. അപ്പൊ ഇത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് റെസിപ്റ്റ്സ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. നമ്മൾ ആദ്യം കണ്ടു റെസിപ്റ്റ്സ് പേയ്മെന്റ് അക്കൗണ്ട് ഏകദേശം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെ റെസിപ്റ്റ്സ് എമൗണ്ട്, പേയ്മെന്റ് എമൗണ്ട്, അങ്ങനെ 4 കോളം ആണുള്ളത്. ഒന്ന് വരയ്ക്കാമോ? ആദ്യം റെസിപ്റ്റ്സ്. പഠിച്ചോ? ഇപ്പൊ ഹെഡിങ് കൊടുക്കണം, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31st December 2013. ഹെഡിങ് കൊടുക്കണം.
ഡിസംബർ 2013. ഓക്കെ. കിട്ടിയോ? കിട്ടി. ഓക്കെ. ഓക്കെ, നമുക്ക് റെസിപ്റ്റ്സിൽ ഫസ്റ്റ് ഐറ്റം തന്നിരിക്കുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പൊ ഒന്നെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതുക, അല്ലെങ്കിൽ ബാലൻസ് ബ്രോ ഡൗൺ എഴുതുക. ബാലൻസ് ബ്രോ ഡൗൺ എഴുതിയിട്ട് ക്യാഷ് ഇൻ ഹാൻഡിന്റെ എമൗണ്ട് ആദ്യം എഴുതുക, ക്യാഷ് അറ്റ് ബാങ്കിന്റെ എമൗണ്ട് രണ്ടാമത് എഴുതുക. ക്യാഷ് ഹാൻഡ് ഓക്കെ. ഇനി നമുക്ക് ഈ തന്നിരിക്കുന്ന ഐറ്റം പോലെ തന്നെ എടുത്ത് എഴുതാം. ഇപ്പം ഏത് ഓർഡറിൽ വേണേലും നമുക്ക് എഴുതാം. ഇപ്പൊ നമുക്ക് മൂന്നാമത്തെ ഐറ്റം തന്നിരിക്കുന്നത് സബ്സ്ക്രിപ്ഷനാണ്. സബ്സ്ക്രിപ്ഷൻ നമുക്ക് റെസിപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ? സബ്സ്ക്രിപ്ഷൻ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ് എന്ത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് റെസിപ്റ്റ് ആണ്. അപ്പൊ സബ്സ്ക്രിപ്ഷൻ റെസിപ്റ്റിന്റെ കോളത്തിൽ സബ്സ്ക്രിപ്ഷൻ എഴുതുക. അതായത് ഇതിൽ വരുന്ന റെസിപ്റ്റ്, അതായത് ഇൻകംസ് എല്ലാം ആദ്യം എടുത്തെഴുതുക, പിന്നെ പേയ്മെന്റ്സ് എല്ലാം രണ്ടാമത്തെ കോളത്തിൽ എടുത്തെഴുതുക. ഡൊണേഷൻ വരെയുള്ളത് റെസിപ്റ്റ് ആണ്. ഡൊണേഷൻ വരെയുള്ളത് റെസിപ്റ്റ് ആണ്. സാലറീസും സ്റ്റേഷനറിയും ഒക്കെ പേയ്മെന്റിൽ വരും അല്ലേ? സാലറീസ് സ്റ്റേഷനറീസ് ഒക്കെ പേയ്മെന്റിൽ വരും. അതിനൊരു ഓർഡർ വല്ലതും ഉണ്ടോ? അത് ഇങ്ങനെ നിങ്ങൾ എഴുതാവോ? അങ്ങനെ തന്നെ എടുത്തെഴുതിക്കോ. അതായത് ഓരോ ഐറ്റം നമ്മളിങ്ങനെ ഓർഡറിൽ തന്നിട്ടില്ലേ, ആ ഓർഡറിൽ തന്നെ അങ്ങ് എടുത്തെഴുതിക്കോ. സെയിൽസ് ഓഫ് ഫർണിച്ചർ, അത് റെസിപ്റ്റ് അല്ലേ? അത് റെസിപ്റ്റ്. ഇൻട്രസ്റ്റ് ആൻഡ് സെക്യൂരിറ്റീസും റെസിപ്റ്റ് ആണ്. പിന്നെ ലോക്കേഴ്സ് റെന്റ്, അത് എന്താണ്? അല്ലല്ല, റെസിപ്റ്റ് ആണ്. റെസിപ്റ്റ് ആണ്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ, ഇപ്പൊ ബാങ്ക് ഒക്കെ ആണെങ്കിൽ ലോക്കർ സൂക്ഷിക്കില്ലേ, അതാണ്. അതായത് ആരെങ്കിലും സാധനങ്ങളൊക്കെ ഫിനാൻസ് കമ്പനീസ് ഒക്കെ ഇല്ലേ, അതിനാണ് ലോക്കേഴ്സ് റെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആണോ? ഇനി പർച്ചേസ് ഓഫ് ബുക്സ്, പേയ്മെന്റ് ആണ്. പേയ്മെന്റ് ആണ്.
പർച്ചേസ് ഓഫ് സ്പോർട്സ് മെറ്റീരിയലും പേയ്മെന്റ് ആണ്. അത് പേയ്മെന്റാ? പർച്ചേസ് ഓഫ് ബൈസിക്കിളും പേയ്മെന്റ് ആണ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീ അത് റെസിപ്റ്റ് ആണ് അല്ലേ? സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എഴുതിയോ? അത് എഴുതിയില്ലോ. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അത് വരുന്നത് ഏതാ? അത് റെസിപ്റ്റ് ആണ്. സെയിൽ അല്ലേ? ആ റെന്റ് പെയ്ഡ് അത് പേയ്മെന്റ് അല്ലേ? റെന്റ് പെയ്ഡ് പേയ്മെന്റ് ആണ്. ഉം. ചില ഓർഗനൈസേഷൻസ് ഒക്കെ റെന്റിനായിരിക്കില്ല ബിൽഡിംഗ് ഒക്കെ എടുത്തിട്ടുണ്ടാവുക. ഓ പർച്ചേസ് ഓഫ് ഗവൺമെന്റ് ബോണ്ട് അതും എക്സ്പെൻസ് അല്ലേ? അതും പേയ്മെന്റ് ആണ്. അത്രേ ഉള്ളൂ. പിന്നെ ക്യാഷ് ക്ലോസിംഗ് ഹാൻഡിങ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്ലോസിംഗ് അത് ബാലൻസും പേയ്മെന്റിൽ തന്നെ കാണിക്കണം. പേയ്മെന്റിൽ തന്നെ. റെസിപ്റ്റില് ഓപ്പണിംഗ് ബാലൻസ്, പേയ്മെന്റില് ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ. ഇത്രയല്ലേ ഉള്ളൂ. ഇനി ആഡ് ചെയ്തോട്ടെ ഇത്? അത്രേ ഉള്ളൂ. ഈ രണ്ട് സൈഡ് കൂട്ടി നോക്കുക, ഈക്വൽ ആയിട്ട് കിട്ടാണ്ടോ എന്ന് നോക്കാം. കിട്ടിയില്ല. 18 92 810 കിട്ടി.
92 ബാലൻസ് 810. ചെയ്തോ? 92 810. ഓക്കെ, 92 810. ഞാൻ പറയുന്നത് കേൾക്കാം, ഇവിടെ ഭയങ്കര മഴയാണ്. കേൾക്കാമോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ചാപ്റ്റർ. അത് കഴിഞ്ഞിട്ട് ഒരു പ്രോബ്ലം എടുപ്പുണ്ട്, അതൊന്നും ചെയ്ത് നോക്കിക്കോണം കേട്ടോ. തൊട്ടടുത്ത് സൊല്യൂഷൻ ആണോ? അത് അതിന്റെ സൊല്യൂഷനും ഉണ്ട്. ജസ്റ്റ് അതിന് ചെയ്ത് നോക്കിക്കോണം. ഓക്കെ. നെക്സ്റ്റ് പേജ് നമ്പർ 152. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണോ? അതെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. It is the summary of income and expenditure account of the organization of a particular year and is prepared at the end of the year. എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്? ഒരു ഓർഗനൈസേഷന്റെ ഒരു പർട്ടിക്കുലർ ഇയറിന്റെ ഇൻകത്തിന്റെയും എക്സ്പെൻഡിച്ചറിന്റെയും സമ്മറി കാണിക്കുന്നതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതും ഒരു വർഷത്തിന്റെ എൻഡിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ദിസ് അക്കൗണ്ട് ഈസ് സിമിലർ ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. It is the account revenue expenditure and revenue income of the year which അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുന്ന ഐറ്റങ്ങൾ എന്ന് പറയുന്ന ഒന്ന് റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ ഇൻകവും ആയിരിക്കും. ദാറ്റ് മീൻസ് എനി എമൗണ്ട് ഓഫ് these items pertaining to either previous year or next year are not considered. അതായത് കഴിഞ്ഞ വർഷം കൊടുത്തതോ അല്ലെങ്കിൽ ഈ വർഷം കിട്ടിയത് കഴിഞ്ഞ വർഷത്തെ ആണെങ്കിലോ അല്ലെങ്കിൽ ഈ വർഷം കിട്ടിയത് ഇനി വരുന്ന നെക്സ്റ്റ് ഇയറിലേക്ക് കഴിഞ്ഞാൽ അതൊന്നും നോക്കില്ല. കറണ്ട് ഇയറിൽ എന്താണോ ഉള്ളത് അത് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുള്ളൂ. ദ ബാലൻസ് എമൗണ്ട് ഓഫ് ദി അക്കൗണ്ട് ഈസ് എയ്തർ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. സർപ്ലസോ ഡെഫിസിറ്റ് ആയിരിക്കാം ഒന്നെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ബാലൻസ് എന്ന് പറയുന്നത്. If the income side of this account exceeds the expenditure side, the difference is surplus. Income side ആണ് എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതലാണ്. അതായത് ഇൻകം കൂടുതൽ എക്സ്പെൻഡിച്ചർ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ സർപ്ലസ് ആയിരിക്കും. ഇനി നേരെ തിരിച്ച് എക്സ്പെൻഡിച്ചർ കൂടുതൽ ഇൻകം കുറവാണെങ്കിൽ അവിടെ ഡെഫിസിറ്റ് ആയിരിക്കും. ഇത് ഒരു മാർക്കിന്റെ ചോദിക്കാട്ടോ, സർപ്ലസ് ഡെഫിസിറ്റ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ഇറ്റ്സ് ദ ഇൻകം സൈഡ് ഓഫ് ദിസ് അക്കൗണ്ട് എക്സീഡ്സ് ദ എക്സ്പെൻഡിച്ചർ സൈഡ്, ദ ഡിഫറൻസ് ഈസ് സർപ്ലസ്. ഇൻ കേസ് ദ എക്സ്പെൻഡിച്ചർ സൈഡ് എക്സീഡ്സ് ദ ഇൻകം സൈഡ്, ദ ഡിഫറൻസ് ഈസ് ഡെഫിസിറ്റ്. നമുക്ക് താഴെ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ. അതിൽ വരുന്ന ഐറ്റംസ് നോക്കിക്കോളൂ. എക്സ്പെൻഡിച്ചർ എമൗണ്ട്, ഇൻകം എമൗണ്ട്. അതില് വരുന്ന ഐറ്റം ഒന്നാമത്തെ ഐറ്റമാണ് റെന്റ്. റെന്റ് ഇപ്പൊ ഞാൻ പറഞ്ഞു കറണ്ട് ഇയറിൽ മാത്രമേ എടുക്കുള്ളൂ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്ന് പറഞ്ഞു. ചിലപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നും കൺസിഡർ ചെയ്യാൻ പാടില്ല ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ. അതാണ് ഇവിടെ കുറച്ച് ലെസ്സും ആടും ഒക്കെ വന്നേക്കുന്നത്. റെന്റില് ലെസ് ലാസ്റ്റ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ്. ലാസ്റ്റ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ് എന്തെങ്കിലും ഈ വർഷത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ദെൻ ലെസ് പെയ്ഡ് ഫോർ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷത്തേക്ക് എന്തെങ്കിലും ഈ വർഷം തന്നിട്ടുണ്ടെങ്കിൽ അതും കുറയ്ക്കുക. കറണ്ട് ഇയർ ഔട്ട്സ്റ്റാൻഡിങ്. കറണ്ട് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് എത്രയുണ്ടോ അതെടുക്കുക. ദെൻ ഫോർ കറണ്ട് ഇയർ പെയ്ഡ് ഇൻ ലാസ്റ്റ് ഇയർ, അതായത് കഴിഞ്ഞ വർഷം ഈ വർഷത്തെ പെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എടുക്കുക. ഓൺ അക്കൗണ്ട് ഓഫ് കറണ്ട് ഇയർ സാലറീസ്, അതായത് കറണ്ട് ഇയറിലെ സാലറീസ് കാണിക്കുക. ദെൻ ന്യൂസ് പേപ്പർ എക്സ്പെൻസസ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ,
ഡിപ്രീസിയേഷൻ, ഇനി അതർ ഐറ്റം ഓഫ് റവന്യൂ എക്സ്പെൻസസ്. വേറെ എന്തെങ്കിലും ഐറ്റംസ് റവന്യൂ എക്സ്പെൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും എക്സ്പെൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. എക്സ്പെൻസസ് ഓൺ കൺസ്യൂമബിൾ മെറ്റീരിയൽസ്, സ്റ്റേഷനറി അങ്ങനെയുള്ള ഐറ്റംസ്, കൺസ്യൂമബിൾ മെറ്റീരിയൽസ് വാങ്ങിയിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതും കാണിക്കുക. ഇത്രയാണ് എക്സ്പെൻഡിച്ചർ സൈഡിൽ മെയിൻ ആയിട്ട് വരുന്ന ഐറ്റം. ഈ ഇൻകം സൈഡിൽ വരുന്നതാണെങ്കിലോ മെയിൻ ആയിട്ട് സബ്സ്ക്രിപ്ഷൻ ആണ് ഇൻകം സൈഡിൽ വരുന്നത്. സബ്സ്ക്രിപ്ഷന് കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കറണ്ട് ഇയറിലെ കാര്യങ്ങൾ മാത്രമേ സബ്സ്ക്രിപ്ഷനിൽ എടുക്കുകയുള്ളൂ, അല്ലാത്ത എല്ലാം ലെസ് ചെയ്ത് കളി. ദെൻ സബ്സ്ക്രിപ്ഷനകത്ത് വരുന്നത് ലെസ് റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ലാസ്റ്റ് ഇയറിൽ എന്തെങ്കിലും ഈ വർഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ദെൻ റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നെക്സ്റ്റ് ഇയറിലേക്കുള്ളത് എന്തെങ്കിലും ഈ വർഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കുറയ്ക്കുക. ആഡ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓഫ് ഫോർ കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ലാസ്റ്റ് ഇയർ ഓൺ അക്കൗണ്ട് ഓഫ് കറണ്ട് ഇയർ, അതായത് കഴിഞ്ഞ വർഷം ഈ വർഷത്തേക്കുള്ള ഏതെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ വരുന്നത് ഡൊണേഷൻ, ഗ്രാൻഡിനേഡ്, ഗ്രാസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്ലബുകളുടെ ഒക്കെ ഇതില് വരുന്നതാട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, മിസ്ലേനിയസ് റെസിപ്റ്റ്സ്, വേറെ ഏതെങ്കിലും തരത്തിലുള്ള റെസിപ്റ്റ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത്. പിന്നെ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ്, റവന്യൂ ഇൻകംസ്. കേൾക്കാമോ? ഒരു മിനിറ്റ്, ഇവിടെ കറണ്ട് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. പറഞ്ഞോ. ഓക്കെ, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സും റവന്യൂ ഇൻകംസ്, വേറെ ഏതെങ്കിലും തരത്തിലുള്ള റവന്യൂ ഇൻകങ്ങൾ ഉണ്ടെങ്കിൽ അതും എടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ഒന്ന് സർപ്ലസ് ഒന്ന് റിസീപ്റ്റാണ്. എന്താണ് ഇൻകം സൈഡ് കൂടുതലും എക്സ്പെൻഡിച്ചർ സൈഡ് കുറവാണെന്നുണ്ടെങ്കിൽ സർപ്ലസ് എവിടെയും എക്സ്പെൻഡിച്ചർ സൈഡ് സർപ്ലസ് കാണിക്കുക. സർപ്ലസ് എക്സസ് ഓഫ് ഇൻകം ഓർ എക്സ്പെൻഡിച്ചർ. ഇനി നേരെ തിരിച്ച് എക്സ്പെൻഡിച്ചർ കൂടുതലും ഇൻകം കുറവാണെങ്കിൽ ഡെഫിസിറ്റ് ഇൻകം സൈഡിൽ കാണിക്കുക. എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം. ജസ്റ്റ് ഡെഫിസിറ്റ് എന്ന് കാണിച്ചാൽ മതി, ഇവിടെ സർപ്ലസ് എന്ന് കാണിച്ചാൽ മതി കേട്ടോ. ഈ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തമ്മിൽ മാറിപ്പോകരുത്. പിന്നെ റെലവന്റ് ഐറ്റംസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, കുറച്ച് ഐറ്റം തന്നിട്ട് നോക്കുക എന്താന്ന് നമുക്കറിയാം. എന്താണ് മെമ്പേഴ്സിൽ നിന്ന് കോൺട്രിബ്യൂഷൻ ആയിട്ട് കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻ, എൻട്രൻസ് ഫീസ്, ഒരാൾ അഡ്മിഷൻ എടുക്കാൻ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരാൾ പുതിയ മെമ്പർ വന്നു കഴിഞ്ഞാൽ അയാളുടെ ഇന്ന് റിസീവ് ചെയ്യുന്ന എമൗണ്ട് ആണ് എൻട്രൻസ് ഫീസ് അല്ല അഡ്മിഷൻ ഫീ. ഡൊണേഷൻ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ എന്താണ് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടോ കിട്ടുന്ന ഒരു എമൗണ്ട് ആണ്, അല്ലെങ്കിൽ ഗിഫ്റ്റ് ആണ് ഇത് ഡൊണേഷൻ എന്ന് പറയുന്നത്. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ്, സ്പോർട്സ് മെറ്റീരിയൽസ്, അത് നമ്മുടെ കയ്യില് ജസ്റ്റ് ഇവിടെ കണ്ടുപോയല്ലോ. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സോ അല്ലെങ്കിൽ സ്പോർട്സ് മെറ്റീരിയൽസോ അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിൽക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് റെസീപ്റ്റ്, അതായത് ഇപ്പൊ നമുക്ക് പറയാം എന്താണ് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതായത് കിട്ടിയ സർപ്ലസ് ഫണ്ട് എവിടെയെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാല് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അത് എന്താണ് റവന്യൂ ഇൻകം ആണ്. ദെൻ ഗ്രാൻഡ് ഇൻ എയ്ഡ്, അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നമ്മുടെ ഓർഗനൈസേഷൻ NPOസിന് വേണ്ടിയിട്ട് ലോക്കൽ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഗ്രാന്റ്, അത് നമുക്ക് എന്താണ് ഇൻകം ആണ്. അതായത് ഇൻകം ആയിട്ട് ഇൻകം സൈഡിൽ കാണിക്കും ഗ്രാൻഡ് ഇൻ എയ്ഡ്. അപ്പൊ ഇത്രയും റവന്യൂ ഐറ്റംസ് ആണ്, റവന്യൂ ഐറ്റംസും എക്സ്പെൻഡിച്ചർ ഐറ്റംസും ആണ് നമുക്കുള്ളത്. ഇതിൽ റവന്യൂ എക്സ്പെൻസസ് എന്ന് പറഞ്ഞു വരുന്ന ഐറ്റംസ് ആണ് ഒന്ന് സാലറീസ്, വേജസ്, റെന്റ്, സ്റ്റേഷനറി, പോസ്റ്റേജ്, ടെലിഫോൺ ചാർജസ്, ഇലക്ട്രിസിറ്റി ചാർജസ്. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? അങ്ങനെ പറയുന്ന കുറച്ച് റവന്യൂ എക്സ്പെൻസസ് ആണ് നമുക്ക് NPOസിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് ഹോണറേറിയം. ഞാൻ പറഞ്ഞു ഹോണറേറിയം എന്താണ്? എമൗണ്ട് പെയ്ഡ് ടു ദ പേഴ്സൺ ഹു ലുക്സ് ആഫ്റ്റർ ദ ഫംഗ്ഷനിങ് ഓഫ് ഓർഗനൈസേഷൻ ബട്ട് ഈസ് നോട്ട് ദ എംപ്ലോയി ഓഫ് ദ കമ്പനി. കമ്പനിയുടെ എംപ്ലോയി ആയിരിക്കില്ല, ഓർഗനൈസേഷൻ ജസ്റ്റ് ഫംഗ്ഷനിങ്ങിന് വേണ്ടി മാത്രം ഉള്ള അവർക്ക് കൊടുക്കുന്ന പെയ്ഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് ഹോൺ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ നമുക്കറിയാം, ഫിക്സ്ഡ് അസറ്റിന്റെ മേളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ചാർജ് ചെയ്യുന്ന എമൗണ്ട് ആണ് ഡിപ്രീസിയേഷൻ. പിന്നെ എക്സ്പെൻസസ് ടൂർണമെന്റ് ഫെയർ, ഇപ്പൊ ക്ലബുകൾ വല്ല ടൂർണമെന്റ് ഫെയർ ഒക്കെ
സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്ന എക്സ്പെൻസസ്, പിന്നെ അതർ ഐറ്റംസ് മറ്റേതെങ്കിലും ഒരു ഐറ്റംസിൽ എക്സ്പെൻസസ് വന്നിട്ടുണ്ടെങ്കിൽ അതും എന്താണ് റവന്യൂ എക്സ്പെൻസസ് ആണ്. ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന എക്സ്പെൻസസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കുറച്ച് സ്റ്റെപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് സ്റ്റെപ്സ് ഫോർ എക്സ്പെൻഡിച്ചർ സൈഡ്. എക്സ്പെൻഡിച്ചർ സൈഡിലെ സ്റ്റെപ്പ്, ദ പേയ്മെന്റ് കോളം ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് contains both revenue items as well as capital items. ക്യാപിറ്റൽ ഐറ്റംസ് കൂടാതെ തന്നെ റവന്യൂ ഐറ്റംസ് കാണിക്കുന്നുണ്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ. Then revenue items such as rent paid, salary, telephone charges, etc. will be entered the expenditure side. നമുക്കറിയാം നമ്മുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ ക്യാപിറ്റൽ ഐറ്റംസ് എടുക്കും, റവന്യൂ ഐറ്റംസ് എടുക്കും. പക്ഷേ ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ഐറ്റം എന്ന് വെച്ചാൽ റവന്യൂ ഐറ്റം മാത്രമേ നമ്മൾ എന്താ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കാവുള്ളൂ. അതിൽ നിന്ന് ക്യാപിറ്റൽ ഐറ്റം എടുക്കരുത്. മനസ്സിലായോ? ക്യാപിറ്റൽ അതിന്റെ വ്യത്യാസം അതായത് നമ്മളിപ്പോ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തില്ലേ, അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമ്മൾ റവന്യൂ ഐറ്റംസ് മാത്രമേ എടുക്കാവുള്ളൂ. അതിൽ നിന്ന് ക്യാപിറ്റൽ ഐറ്റംസ് എടുക്കരുത്. അത് ഏതൊക്കെയാന്ന് നമ്മളിപ്പോ പറഞ്ഞു, ഡിപ്രീസിയേഷൻ, ഓണറേറിയം, അങ്ങനെ കുറച്ച് ഐറ്റംസ് പറഞ്ഞില്ലേ, അതെല്ലാം റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ടതാ. റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, ക്യാപിറ്റലുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും എടുക്കരുത്. ദെൻ സ്റ്റെപ്സ് ഫോർ ഇൻകം സൈഡിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദ റെസിപ്റ്റ്സ് കോളം കണ്ടെയ്ൻസ് ഐറ്റംസ് ഓഫ് റവന്യൂ റെസിപ്റ്റ്സ് ആസ് വെൽ ആസ് ക്യാപിറ്റൽ. അതായത് നമുക്ക് റവന്യൂ റെസിപ്റ്റ്സും വരും, ക്യാപിറ്റൽ റെസിപ്റ്റ്സും വരും, ഇൻകം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടത്, ഇൻകം സൈഡിൽ എടുക്കേണ്ടത് റവന്യൂ റെസിപ്റ്റ്സ് മാത്രമേ എടുക്കാവുള്ളൂ, ഇൻകം എടുക്കരുത്. ക്യാപിറ്റൽ ഇൻകം എടുക്കരുത്. അതായത് സബ്സ്ക്രിപ്ഷൻ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, എൻട്രൻസ് ഫീസ് നമ്മൾ എടുത്തില്ലേ, ആ ഒരു ഐറ്റംസ് മാത്രമേ എടുക്കാവുള്ളൂ. അതിൽ എന്തെങ്കിലും ക്യാപിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള റെസിപ്റ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കരുത്. സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. Finally, this account is balanced. Difference of the totals of two columns are worked out. നമ്മൾ പറഞ്ഞു എന്താണ് സർപ്ലസ്, എന്താണ് ഡെഫിസിറ്റ്. ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ദി ഡെബിറ്റ് സൈഡ്. ദ ഡിഫറൻസ് എമൗണ്ട് റിട്ടേൺ ഓൺ ഡെബിറ്റ് സൈഡ് ആർ സർപ്ലസ്. ഇൻകം സൈഡ് കൂടുതൽ, എക്സ്പെൻഡിച്ചർ സൈഡ് കുറവാണെങ്കിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ സർപ്ലസ് കാണിക്കാം. നേരത്തെ എക്സ്പെൻഡിച്ചർ സൈഡ് കൂടുതൽ, ഇൻകം സൈഡ് കുറവാണെങ്കിൽ ഇൻകം സൈഡിൽ ഡെഫിസിറ്റ് കാണിക്കാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഡെബിറ്റ് സൈഡ് എക്സീഡ്സ് ദ ക്രെഡിറ്റ് സൈഡ്. അപ്പൊ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെബിസിറ്റ് ഈസ് റിട്ടേൺ ഓൺ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി അക്കൗണ്ട്. അതാണ് അത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളൊരു ക്വസ്റ്റൻ ആണ് തന്നിരിക്കുന്നത്. ഇല്ലസ്ട്രേഷൻ 1 ജസ്റ്റ് നോക്കിക്കോ. പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഒരു പ്രോമിസിംഗ് സ്പോർട്സ് ക്ലബിന്റെ ആണ് തന്നിരിക്കുന്നത്. ദെൻ 31st December 2013. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ്, ക്യാഷ് ബാലൻസ് ആസ് ഓൺ 1/1/2013 7,000 തന്നിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഒരു 30,000 തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് തന്നിട്ടുണ്ട്. ദെൻ സ്പോർട്സ് മെറ്റീരിയൽ, മാച്ച് ഫണ്ട്, ഡൊണേഷൻസ്, പിന്നെ സെയിൽ ഓഫ് ഗ്രാസ്, ദെൻ ന്യൂസ് പേപ്പർ എക്സ്പെൻസസ്, ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ്ഡ്, salaries paid, rent paid, miscellaneous receipts, telephone charges. Then cash balance 31st December 2013. അപ്പൊ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് വേണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നതാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ജസ്റ്റ് കുറച്ച് ഐറ്റംസ് ആണ് തന്നിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം, ഇതിൻ്റെ അകത്ത് ക്യാപിറ്റൽ റെസിപ്റ്റ്സും വരില്ല, ക്യാപിറ്റൽ പേയ്മെന്റ്സും വരില്ല. എല്ലാ റവന്യൂ റെസിപ്റ്റ്സും റവന്യൂ പേയ്മെന്റ്സും മാത്രമേ വരുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ തരും, നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കാവുള്ളൂ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ഏതൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റണേന്ന് പറയാം. ക്യാഷ് ബാലൻസ് എടുക്കാൻ പറ്റുമോ?
ക്യാഷ് ബാലൻസ് പഴയതല്ലേ, അപ്പൊ അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല അല്ലെ? ക്യാഷ് ബാലൻസ് എടുക്കാൻ പറ്റില്ല, സബ്സ്ക്രിപ്ഷൻ എടുക്കാം. എടുക്കാൻ പറ്റില്ല. ഏതാ? ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അത് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് എടുക്കാൻ പാടില്ലേ? അതെടുക്കാം. സ്പോർട്സ് മെറ്റീരിയൽ അതെടുക്കാം. മാച്ച് സ്പോർട്സ് ഫൗണ്ട് മെറ്റീരിയൽ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, എന്തോ അതിന് സ്പോർട്സ് മെറ്റീരിയൽ എടുക്കാൻ സ്പോർട്സ് പാടില്ല. മെറ്റീരിയൽ എടുക്കാൻ പറ്റാത്ത എന്താന്ന് വെച്ചാൽ അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണത്. ക്യാപിറ്റൽ ലോങ് ടൈമിലേക്കുള്ളതല്ലേ. സബ്സ്ക്രിപ്ഷനോ? സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്ന ഒന്നല്ലേ. അത് നമുക്ക് എടുക്കാൻ പാടില്ലേ? അല്ല, സ്പോർട്സ് മെറ്റീരിയൽസ് നമുക്ക് ഫിക്സഡ് അസറ്റ് ആണ്. സ്പോർട്സ് മെറ്റീരിയൽസ് അവിടെ കുറെ കാലത്തേക്ക് ഇരിക്കുന്നതല്ലേ, ഓ, അതെടുക്കാൻ നേരത്തെ മുതൽ ഇരിക്കുന്നതല്ലേ. ഇപ്പൊ പർച്ചേസ് ചെയ്തല്ലോ, പർച്ചേസ് സ്പോർട്സ് മെറ്റീരിയൽ അല്ലല്ലോ. ഓക്കെ. പിന്നെ മാച്ച് ഫണ്ട് എടുക്കാൻ പറ്റുമോ? മാച്ച് ഫണ്ട് ഇപ്പോഴത്തെ ഉള്ളതാണോ? അത് ഏതാന്ന് ക്ലിയർ ആയിട്ടില്ലല്ലോ. അത് ഇപ്പത്തെ ഉള്ളതാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുവാണെങ്കിലേ നമുക്ക് എടുക്കാവുള്ളൂ. ഓക്കെ, ഡൊണേഷൻസ് ഇപ്പോഴത്തെ ആയിരിക്കുമല്ലോ, എടുക്കാലോ. ഇപ്പത്തെ ഉള്ളതാണ്, അത് എടുക്കാം നമുക്ക്. സെയിൽ ഓഫ് ഗ്രാസ് അത് ഇപ്പോഴത്തെ ആയിരിക്കുമല്ലോ, അത് അത് എടുക്കാലോ. നമുക്ക് എടുക്കാം. കാരണം ജസ്റ്റ് ക്ലബിന്റെ അവിടെയുള്ള പുല്ലൊക്കെ വെട്ടിക്കൊടുത്തതിന്റെ എമൗണ്ട് ആയിരിക്കും, അതെടുക്കാം. ദെൻ ന്യൂസ് പേപ്പർ എക്സ്പെൻസസ് അതും എടുക്കാം. ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ്ഡ് അതെടുക്കാൻ പറ്റുമോ? ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് അത് എപ്പോഴത്തെയാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അത് ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ്ഡ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ലോങ് ടൈമിലേക്കുള്ള അസറ്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് എന്താണ്? ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ ഇൻകം ആണ് അത് വരുന്നത്. സോറി, ക്യാപിറ്റൽ എക്സ്പെൻസ് ആണ് അത് വരുന്നത്. അതുകൊണ്ട് അത് എടുക്കത്തില്ല. റവന്യൂ നേച്ചറിലുള്ള മാത്രം ഐറ്റംസ് മാത്രം എടുത്താൽ മതി. സാലറീസ് പെയ്ഡ് അതെടുക്കാം. റെന്റ് പെയ്ഡ് അതും എടുക്കാം. മിസ്ലേനിയസ് റെസീപ്റ്റ്സ് അതും എടുക്കാം. ടെലഫോൺ ചാർജസ് അതും എടുക്കാം. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക്. ക്യാഷ് ബാലൻസ് എടുക്കത്തില്ല. ക്യാഷ് ബാലൻസ് ഒക്കെ റവന്യൂ നേച്ചറിലുള്ളതല്ല, അതെല്ലാം ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണ്. അതൊന്നും എടുക്കത്തില്ല. നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ജസ്റ്റ് നമുക്ക് ഈ കറണ്ട് ഇയറിൽ മാത്രം എടുക്കാം. അതായത് ലോങ് ടൈമിലേക്കുള്ള ഒന്നും എടുക്കണ്ട, കറണ്ട് ഇയറിൽ മാത്രമുള്ള കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. അതാണ് റവന്യൂ നേച്ചറിലുള്ളതെന്ന് പറയുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയേ. കറണ്ട് ഉണ്ടോ? ചെയ്യാൻ കുഴപ്പമില്ല. ഇത് കോളം വരയ്ക്കുമ്പോ എക്സ്പെൻഡിച്ചർ ആണ് ആദ്യം ഫസ്റ്റ് സൈഡിൽ വരയ്ക്കണം അല്ലേ? അതെ, ഫസ്റ്റ് കോളം എക്സ്പെൻഡിച്ചർ, പിന്നെ എമൗണ്ട്, ഇൻകം ഉണ്ട്. ഈ റെസിപ്റ്റ് ആൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. എക്സ്പെൻഡിച്ചർ ആദ്യം, റെസിപ്റ്റ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. റെസിപ്റ്റ് ആദ്യം. അത് പേര് പോലെ തന്നെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ മാത്രമേ തിരിച്ചു വരുള്ളൂ. മറ്റേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റെസിപ്റ്റ് ആദ്യം, പേയ്മെന്റ്.
വരച്ചോ? വരച്ചു. ഹെഡിങ് കൊടുക്കണേ. ബുക്ക് ഓഫ് പ്രോമിസിംഗ് സ്പോർട്സ്മെൻ ക്ലബ്ബ്. അത് വേണം അല്ലേ? ഏത് അക്കൗണ്ട് വരയ്ക്കുകയാണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ഹെഡിങ് ആണ്. ഹെഡിങ്ങിന് മാർക്കുള്ളതാട്ടോ. അതെ. ഫോർമാറ്റിനും ഹെഡിങ്ങിനും മാർക്കുണ്ട്. ഇയറും കൊടുക്കണം അല്ലേ? ഇയറും കൊടുക്കണം. വരച്ചോ? വരച്ചു. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നേക്കുന്നത് സബ്സ്ക്രിപ്ഷൻ ആണ്. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ നമ്മൾ എവിടെ വരുന്ന പറഞ്ഞത്? ഇൻകമില്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് അത് തന്നെ എടുത്തായിരിക്കും. ഇൻകത്തില് സബ്സ്ക്രിപ്ഷൻ തന്നെ എടുത്തായിരിക്കും. ഇൻട്രസ്റ്റ് റിസീവ്ഡ് രണ്ടാമത്തെ ഐറ്റം, അതും എവിടെ തന്നെയാണ്? ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. ഇപ്പൊ ഫിക്സഡ്, ഇപ്പൊ നമുക്ക് കിട്ടിയ സർപ്ലസ് എവിടെയെങ്കിലും കൊണ്ട് ബാങ്കിലോ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അതാണ് ഇൻട്രസ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഇൻകമാണ്. അത് നമുക്ക് ഇൻകം. നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടേക്കണതിന്റെ മുകളിൽ നമുക്ക് കിട്ടുന്നത് ഇൻട്രസ്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് കിട്ടുമല്ലോ എങ്ങനെ? അതെ, ഡൊണേഷൻ നമുക്ക് ഇൻകമാണ്. ഡൊണേഷൻ നമുക്ക് ഇൻകം. സെയിൽ ഓഫ് ഗ്രാസ് ഇൻകമാണ്. അതും ഇൻകമാണ്. ന്യൂസ് പേപ്പർ എക്സ്പെൻസസ്, അത് എക്സ്പെൻസ് ആണ്. പിന്നെ ഉള്ളത് സാലറീസ് പെയ്ഡ്. പിന്നെ വരുന്ന ഐറ്റം റെന്റ് പെയ്ഡ്, അത് എക്സ്പെൻസ് ആണ്. അതും എക്സ്പെൻസ് ആണ്. മിസ്ലേനിയസ് റെസിപ്റ്റ്, അത് വരവല്ലേ? അത് വരവാണ്. ടെലിഫോൺ ചാർജ്, ഇനി രണ്ട് സൈഡ് ബാലൻസ് ചെയ്യുക, എന്നിട്ട് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് നോക്കുക. അത് ഇൻകം സൈഡ് ആണോ കൂടുതൽ, എക്സ്പെൻഡിച്ചർ സൈഡ് ആണോ കൂടുതൽ എന്ന് നോക്കുക. ഏത് സൈഡ് ആണോ കൂടുതൽ ആ സൈഡിൽ നിന്ന് പുറകു സൈഡ് കുറച്ചിട്ട് സർപ്ലസ് ആണെങ്കിൽ സർപ്ലസ്, ഡെഫിസിറ്റ് ആണെങ്കിൽ ഡെഫിസിറ്റ് എന്ന് എഴുതുക. ഇവിടെ ഇൻകം ആണ് കൂടുതൽ. ഇൻകം ആണ് കൂടുതൽ.
അപ്പൊ സർപ്ലസ് ആണ്. അപ്പൊ സർപ്ലസ് ആണ്. അപ്പൊ നമ്മൾ എവിടെ കാണിക്കും? 16,700 അത് എക്സ്പെൻഡിച്ചർ സൈഡിലിടും. എക്സ്പെൻഡിച്ചർ സൈഡിൽ. അതെ. എന്നിട്ട് ബാലൻസ് ഒരേപോലെ ആക്കാം. 39,900 കിട്ടി. 39,900. 39,000 35,400 അത് ശരിയുണ്ടോ? എവിടെ കൂട്ടി പോയി. ഈ ഡൊണേഷൻ എഴുതിയില്ലേ? എഴുതിയിട്ടുണ്ട്. ഇതിലേക്ക് വിട്ടുപോയോ? മുസ്ലിന് 1, 2, 3, 4, 5. 1, 2, 3, 4, 5 കൂട്ടി തെറ്റിപ്പോയതായിരിക്കും. ഇൻകം സൈഡിൽ 5 ഐറ്റം, എക്സ്പെൻഡിച്ചർ സൈഡിൽ 4 ഐറ്റം. 1, 2, 3, 4 ഐറ്റം. ഇൻകം സൈഡില് സബ്സ്ക്രിപ്ഷൻ 30,000, ഇൻട്രസ്റ്റ് റിസീവ്ഡ് 2,500. സബ്സ്ക്രിപ്ഷൻ 30,000. 30,000. അത് എഴുതി തെറ്റിപ്പോയത്. ഇതൊക്കെ എഴുതി തെറ്റിപ്പോയതാ. സബ്സ്ക്രിപ്ഷൻ പക്ഷെ 30,000 ആണല്ലോ നമ്മള്. അതെ 30,000. ഇൻട്രസ്റ്റ് വരുമ്പോ 2,500 അല്ലേ? തെറ്റിപ്പോയതാ ഇൻട്രസ്റ്റ്. ഓക്കെ. $35,400. ഓക്കെ ആയോ? ഓക്കെ. 35,400 ശരിയാണ്. 35,400. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? അതില് ഡൗട്ട് വരാനുള്ള സാധ്യത ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസിലും അത് നമ്മുടെ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് ക്യാപിറ്റൽ അല്ലേ, ഫിക്സഡ് അസറ്റ് അല്ലേ? അത്രയും ചിന്തിച്ചാൽ മതി. ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഫിക്സഡ് അസറ്റാ. അതുപോലെ ഇവിടെ സ്പോർട്സ് മെറ്റീരിയൽസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സ്പോർട്സ് മെറ്റീരിയൽസ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഫിക്സഡ് അസറ്റാ. മാച്ച് ഫണ്ട് നമ്മൾ പിന്നെ ക്യാപിറ്റലിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതാ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം അത് എടുത്ത് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല. കറണ്ട് ഇയറിലെ റവന്യൂവിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കത് റവന്യൂ എന്നുള്ളതാണെന്ന് പറഞ്ഞ് എടുത്ത് എഴുതാനും പറ്റില്ല. ഓക്കെ. അപ്പൊ ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ജസ്റ്റ് ഒരു ഇതാണ് ജെനുവിൻ ഫോർമാറ്റ്. നമുക്കിതിൽ കുറെ അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്നതുണ്ട്. നെക്സ്റ്റ് ഇലിസ്ട്രേഷൻ 2 ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കോണേ. അതിനകത്ത് വരുന്ന ഐറ്റംസ് ഒക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. പിന്നെ നമുക്ക് വരുന്നത് അഡ്ജസ്റ്റ്മെന്റുകളാണ്. ഈ സബ്സ്ക്രിപ്ഷനും അതുപോലെ റെന്റിനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കറണ്ട് ഇയറിനെ മാത്രമേ എടുക്കുള്ളൂ, പ്രീവിയസ് ഇയറിന്റെ നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് കുറച്ച് കാണിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ? ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാ ചെയ്യുന്നതെന്നാണ് അടുത്ത് നോക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് നെക്സ്റ്റ് പേജ് നോക്കാം. 358. ഓക്കെ. അതിന് ഇറ്റ് ഈസ് ആൻ ഐറ്റം ഓഫ് ഇൻകം ആൻഡ് ഈസ് ഓഫ് റിക്കറിംഗ് നേച്ചർ. റിക്കറിംഗ് നേച്ചറിലുള്ള ഒന്നാണ് അത്. നമുക്ക് എന്താണ്? ഇൻകവും ആണ്.
It appears on the receipt side of the receipts and payment account. Receipts and payment account in the receipt side ilana appear ആവുന്നത്. It may include arrears of previous years which is received in current year and may also include received in next year in advance. Receipts and payment account il നമ്മൾ കാണിക്കുമ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് കാണിക്കുന്നത്. ചിലപ്പോൾ പ്രീവിയസ് ഇയറിൽ റിസീവ് ചെയ്തത് കറണ്ട് ഇയറിലെ നെക്സ്റ്റ് ഇയറിലെ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. There may be an amount outstanding for the current year. Current year outstanding കാണും. Some members might have paid current year subscription during the previous year. ചിലർ എന്താണ് പ്രീവിയസ് ഇയറിൽ കറണ്ട് ഇയറിലൊക്കെ ആയിരിക്കും തരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും ഇതിനകത്ത്. അപ്പൊ നമ്മൾ എന്താണ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കുന്നത്? സബ്സ്ക്രിപ്ഷൻ ഫോർ ദ കറണ്ട് ഇയർ ഓൺലി ഈസ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഈ കറണ്ട് ഇയറിലെ മാത്രമേ എടുക്കാവുള്ളൂ. ഹെൻസ് നീഡ് ഫോർ അഡ്ജസ്റ്റ്മെന്റ് ടു ബി മെയ്ഡ് അബൌട്ട് റീസൺസ്. അതുകൊണ്ട് നമ്മൾ എന്താണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലുള്ള ഫുൾ എമൗണ്ട് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കാൻ പറ്റില്ല. അതിന് കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ നെക്സ്റ്റ് പേജിൽ നോക്കാം. അതിന്റെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ഇല്ലസ്ട്രേഷൻ 3. അതെ. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 2013. അതായത് 2013 ഒരു 15,000 രൂപ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ 31st December 2013. 31st December 2013 ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് വന്നിട്ടുണ്ട് 1,500 എന്ന് പറയുന്നത്. Then subscription received in the year 2012 on account of year 2013. എന്താണ് 2012 എമൗണ്ട് 2013 കിട്ടിയത് അല്ലേ? കേൾക്കുന്നില്ല. 2000 കേൾക്കുന്നില്ലല്ലോ ടീച്ചറെ. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് പതിപ്പുള്ള എമൗണ്ട് 2013 കിട്ടിയിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് തന്നിരുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ എന്താണ് സബ്സ്ക്രിപ്ഷൻ കറക്റ്റ് സബ്സ്ക്രിപ്ഷൻ എത്രയാണ് റിസീവ് ചെയ്തിരിക്കുന്നത്. സൗണ്ട് കേൾക്കണ്ടായില്ല, അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് പറയാവോ? പറയാം. കറണ്ട് ഇയറിലെ 2013 സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട് 15,000 രൂപ. ഓക്കെ. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് തന്നിട്ടുണ്ട്. അതായത് 31st December 2013 ഒരു 1,500 ഔട്ട്സ്റ്റാൻഡിംഗ് നമുക്ക് വന്നിട്ടുണ്ട്. അത് തന്നിട്ടുണ്ട് 1,500 എന്ന് പറയുന്ന എമൗണ്ട്. പിന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇയർ 2012 ഓൺ അക്കൗണ്ട് ഓഫ് ഇയർ 2013. എന്താണ് 2012 എന്താണ് 2013 നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് വരുന്നത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ ഇയർ 2013 ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് ഓഫ് ഇയർ 2012. എന്താണ് 2013 നമ്മൾ 2012 റിസീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2014 2014 എമൗണ്ട് നമ്മൾ 2013 റിസീവ് ചെയ്തിട്ടുണ്ട്. അതായത് കറണ്ട് ഇയർ റിസീവ് ചെയ്തിട്ടുണ്ട് 600. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഇതിന് നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആദ്യം വരുന്നത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് 2013. അതായത് കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ എഴുതുക. അതാണ് നമുക്ക് 15,000. ജസ്റ്റ് നോക്കുമ്പോൾ 15,000 അവിടെ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് കറണ്ട് ഇയർ ഔട്ട്സ്റ്റാൻഡിംഗ്, ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ഒരു 1,500 വന്നിട്ടുണ്ട്. അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. സബ്സ്ക്രിപ്ഷന് കൂടെ ഈ ഇയറിലത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ റിസീവ്ഡ് 2012 ഫോർ 2013 എന്താണ് 2013 പകരം 2012 റിസീവ് ചെയ്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യാ ആഡ് ചെയ്യുക. അതായത് ഈ കറണ്ട് ഇയറിലെ എമൗണ്ട് നമ്മൾ പ്രീവിയസ് ഇയറിൽ റിസീവ് ചെയ്തു. മനസ്സിലായോ? അത് കറണ്ട് ഇയറിൽ അല്ലല്ലോ നമുക്ക് കിട്ടിയേക്കണേ. അതായത് ഇപ്പൊ 2013 എമൗണ്ട് 2012 കിട്ടി. നേരത്തെ കിട്ടി. നേരത്തെ കിട്ടി, അഡ്വാൻസ് ആയിട്ട് അവിടെ കിട്ടി. അത് 2012 കിട്ടി. പക്ഷെ ഇത് ഈ വർഷത്തെ അല്ലേ, അതുകൊണ്ട് അത് ആഡ് ചെയ്യണം. ലെസ് റിസീവ്ഡ് ഫോർ 2012 2012 റിസീവ് ചെയ്തത് അത് നമുക്ക് 400. അതായത് കഴിഞ്ഞ വർഷത്തെ ഈ വർഷം നമ്മൾ റിസീവ് ചെയ്തു, അത് കുറച്ച് കാണിക്കുക. പിന്നെ നമുക്ക് വരുന്നത് 2014 നമ്മൾ 2013 റിസീവ് ചെയ്തു, അതും ലെസ് ചെയ്യാം.
എന്നിട്ട് കിട്ടുന്നതാണ് കറക്റ്റ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുന്ന സബ്സ്ക്രിപ്ഷന്റെ ടോട്ടൽ എമൗണ്ട്. ടോട്ടൽ എമൗണ്ട്. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോന്ന്. ഇത് ക്ലിയർ ആണ്. ഇത് നമ്മൾ ഇനി കോളം വരച്ച് എഴുതണോ? ഇല്ല, അത് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് വരച്ചേക്കണം, അത് നമുക്ക് ആവശ്യമില്ല. ആവശ്യമില്ല. അതില് കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക, അതിന്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, പിന്നെ ഈ വർഷത്തെ എമൗണ്ട് കഴിഞ്ഞ വർഷം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, പിന്നെ എന്താണ് കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് ഈ വർഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക, അടുത്ത വർഷം അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? ഇതിന് ഒരു 16,300 കാണിച്ചേക്കണ എന്താ? ഇൻകം ആൻഡ് കൂട്ടിയത് അത് കൂട്ടിയതാണ്. അത് 15,000, 1,500, 800 കൂട്ടി 400, 600 ഇതിന് കുറച്ചു. ഓക്കെ ഓക്കെ. ഓക്കെ അല്ലേ? 17,300 ഈ 1000 കുറച്ചു. ഓക്കെ, 16,000. ശരി ശരി. ഓക്കെ അല്ലേ? ഓക്കെ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് നാളെ നോക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ.